ഹായ് ഫ്രണ്ട്സ്, ഗോൾഡൻ പി എസ് സിയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ തൊഴിൽ വാർത്തയിൽ വന്നിട്ടുള്ള LGS മെയിൻ പരീക്ഷാ പരിശീലനമാണ്. LGS പരീക്ഷയ്ക്ക് ശ്രമിക്കുന്നവർക്ക് ഈ ക്ലാസ് വളരെ പ്രയോജനപ്പെടും. ക്ലാസ് പൂർണ്ണമായും കണ്ടുകൊണ്ട് നിങ്ങളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഏക മലയാളിയാര്? സി. ശങ്കരൻ നായർ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷ പദവിയിലെത്തിയ ഏക മലയാളിയാര്? സി. ശങ്കരൻ നായർ. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച നേതാവാര്? ഗോപാലകൃഷ്ണ ഗോഖലെ. വേഷം മാറിയ രാജ്യദ്രോഹി എന്ന് ബ്രിട്ടീഷുകാർ വിശേഷിപ്പിച്ച നേതാവാര്? ഗോപാലകൃഷ്ണ ഗോഖലെ. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനാര്? ദാദാഭായ് നവറോജി. ബ്രിട്ടീഷ് പാർലമെൻറ്റ് അംഗമായ ആദ്യത്തെ ഇന്ത്യക്കാരനാര്? ദാദാഭായ് നവറോജി. താഴെ പറയുന്നവയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രമേത്? യങ് ഇന്ത്യ. താഴെ പറയുന്നവയിൽ ഗാന്ധിജി ആരംഭിച്ച പത്രമേത്? യങ് ഇന്ത്യ. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചതാര്? BR അംബേദ്കർ. ഓൾ ഇന്ത്യ ഷെഡ്യൂൾഡ് കാസ്റ്റ് ഫെഡറേഷൻ സ്ഥാപിച്ചതാര്? BR അംബേദ്കർ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 25. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലവിൽ വന്നതെന്ന്? 1950 ജനുവരി 25. 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാനത്ത് നിലവിൽ വന്ന സ്ഥാപനമേത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. 1955 ഇമ്പീരിയൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ സ്ഥാനത്ത് നിലവിൽ വന്ന സ്ഥാപനമേത്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെട്ട സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശമേത്? ഗോവ. ഓപ്പറേഷൻ വിജയ് എന്നറിയപ്പെട്ട സൈനിക നീക്കത്തിലൂടെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കപ്പെട്ട പ്രദേശമേത്? ഗോവ. ഇന്ത്യയും ചൈനയുമായി യുദ്ധമുണ്ടായ വർഷമേത്? 1962. ഇന്ത്യയും ചൈനയുമായി യുദ്ധമുണ്ടായ വർഷമേത്? 1962. ഇന്ത്യയുടെ ആദ്യത്തെ അണുപരീക്ഷണത്തിൻ്റെ വേദിയായ പൊക്രാൻ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഇന്ത്യയുടെ ആദ്യത്തെ അണുപരീക്ഷണത്തിൻ്റെ വേദിയായ പൊക്രാൻ ഏത് സംസ്ഥാനത്താണ്? രാജസ്ഥാൻ. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഉപരാഷ്ട്രപതി. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്ത പ്രസ്താവന ഏത്? രാജ്യസഭയിലേക്ക് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് ഉപരാഷ്ട്രപതി. ആരുടെ അന്ത്യവിശ്രമ സ്ഥാനമാണ് ശാന്തിവനം? ജവഹർലാൽ നെഹ്റു. ആരുടെ അന്ത്യവിശ്രമ സ്ഥാനമാണ് ശാന്തിവനം? ജവഹർലാൽ നെഹ്റു. സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 35 വയസ്സ്. സംസ്ഥാന ഗവർണറായി നിയമിക്കപ്പെടാൻ എത്ര വയസ്സ് പൂർത്തിയായിരിക്കണം? 35 വയസ്സ്. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 61-ാം ഭേദഗതി. ഇന്ത്യയിലെ വോട്ടിംഗ് പ്രായം 18 വയസ്സായി കുറച്ച ഭരണഘടനാ ഭേദഗതി ഏത്? 61-ാം ഭേദഗതി. പൊതുജനാരോഗ്യം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലെ വിഷയമാണ്? സംസ്ഥാന ലിസ്റ്റ്. പൊതുജനാരോഗ്യം ഭരണഘടനയുടെ ഏത് ലിസ്റ്റിലെ വിഷയമാണ്? സംസ്ഥാന ലിസ്റ്റ്.
ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഗോവ. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ സംസ്ഥാനം ഏത്? ഗോവ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഭൂമിശാസ്ത്ര രേഖ ഏത്? ഉത്തരായന രേഖ. ഇന്ത്യയിലൂടെ കടന്നുപോകുന്ന ഭൂമിശാസ്ത്ര രേഖ ഏത്? ഉത്തരായന രേഖ. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏത്? തെലങ്കാന. താഴെ പറയുന്നവയിൽ കടൽ തീരമില്ലാത്ത ദക്ഷിണേന്ത്യൻ സംസ്ഥാനം ഏത്? തെലങ്കാന. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏത്? നർമ്മദ. പൂർണ്ണമായും ഇന്ത്യയിലൂടെ ഒഴുകുന്നവയിൽ പടിഞ്ഞാറോട്ടൊഴുകുന്ന ഏറ്റവും വലിയ നദി ഏത്? നർമ്മദ. ദീൻ ദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാണ്ടല. ദീൻ ദയാൽ തുറമുഖം സ്ഥിതി ചെയ്യുന്നത് എവിടെ? കാണ്ടല. ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെ? തെന്മല. ആദ്യത്തെ ഇക്കോ ടൂറിസം പദ്ധതി ആരംഭിച്ചത് എവിടെ? തെന്മല. താഴെ പറയുന്ന വന്യജീവി സങ്കേതങ്ങളുടെ ജോഡികളിൽ ശരിയല്ലാത്തതേത്? മലബാർ, വയനാട്. താഴെ പറയുന്ന വന്യജീവി സങ്കേതങ്ങളുടെ ജോഡികളിൽ ശരിയല്ലാത്തതേത്? മലബാർ, വയനാട്. ഇടമലയാർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? എറണാകുളം. ഇടമലയാർ അണക്കെട്ട് ഏത് ജില്ലയിലാണ്? എറണാകുളം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമേത്? ആറളം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തെ വന്യജീവി സങ്കേതമേത്? ആറളം. കിഴുക്കാം തൂക്കായ അഥവാ ക്ലിഫ് രൂപത്തിലെ ബീച്ചുകളുള്ള പ്രദേശമേത്? വർക്കല. കിഴുക്കാം തൂക്കായ അഥവാ ക്ലിഫ് രൂപത്തിലെ ബീച്ചുകളുള്ള പ്രദേശമേത്? വർക്കല. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. മലബാർ ബൊട്ടാണിക്കൽ ഗാർഡൻ സ്ഥിതി ചെയ്യുന്നത് എവിടെ? കോഴിക്കോട്. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം. പാലരുവി വെള്ളച്ചാട്ടം ഏത് ജില്ലയിലാണ്? കൊല്ലം. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. കേരള ലൈവ് സ്റ്റോക്ക് ഡെവലപ്മെൻറ്റ് ബോർഡിൻ്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്ത്? മിൽമ. കേരള കോ ഓപ്പറേറ്റീവ് മിൽക്ക് മാർക്കറ്റിംഗ് ഫെഡറേഷൻ വ്യാപകമായി അറിയപ്പെടുന്ന പേരെന്ത്? മിൽമ. താഴെ പറയുന്നവയിൽ വേമ്പനാട്ടു കായലിലെ ദ്വീപ് അല്ലാത്തതേത്? മൺട്രോ തുരുത്ത്. താഴെ പറയുന്നവയിൽ വേമ്പനാട്ടു കായലിലെ ദ്വീപ് അല്ലാത്തതേത്? മൺട്രോ തുരുത്ത്. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? കെ കേളപ്പൻ. പയ്യന്നൂർ ഉപ്പ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയതാര്? കെ കേളപ്പൻ. പൊന്നാനി താലൂക്കിലെ സവർണ ഹിന്ദുക്കളുടെ ഇടയിൽ കേരള പ്രദേശ് കോൺഗ്രസ് വോട്ടെടുപ്പ് നടത്തിയത് ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്? ഗുരുവായൂർ സത്യാഗ്രഹം. പൊന്നാനി താലൂക്കിലെ സവർണ ഹിന്ദുക്കളുടെ ഇടയിൽ കേരള പ്രദേശ് കോൺഗ്രസ് വോട്ടെടുപ്പ് നടത്തിയത് ഏത് ക്ഷേത്രപ്രവേശനവുമായി ബന്ധപ്പെട്ടാണ്? ഗുരുവായൂർ സത്യാഗ്രഹം.
കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പുറപ്പെട്ട പട്ടിണിജാഥ നയിച്ചതാര്? എ കെ ഗോപാലൻ. കണ്ണൂരിൽ നിന്ന് മദ്രാസിലേക്ക് പുറപ്പെട്ട പട്ടിണിജാഥ നയിച്ചതാര്? എ കെ ഗോപാലൻ. ഏത് സംഘടനയുടെ മാതൃകയിലാണ് സാധുജന പരിപാലന യോഗം ആരംഭിച്ചത്? SNDP. ഏത് സംഘടനയുടെ മാതൃകയിലാണ് സാധുജന പരിപാലന യോഗം ആരംഭിച്ചത്? SNDP. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമേത്? ക്ഷേത്രപ്രവേശന വിളംബരം. ആധുനിക കാലത്തെ അത്ഭുതമെന്ന് ഗാന്ധിജി വിശേഷിപ്പിച്ച സംഭവമേത്? ക്ഷേത്രപ്രവേശന വിളംബരം. ആദ്യത്തെ ഖേൽ രത്ന പുരസ്കാരം നേടിയതാര്? വിശ്വനാഥൻ ആനന്ദ്. ആദ്യത്തെ ഖേൽ രത്ന പുരസ്കാരം നേടിയതാര്? വിശ്വനാഥൻ ആനന്ദ്. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യനാര്? അഭിനവ് ബിന്ദ്ര. ഒളിമ്പിക്സിൽ വ്യക്തിഗത സ്വർണ്ണ മെഡൽ നേടിയ ആദ്യത്തെ ഇന്ത്യനാര്? അഭിനവ് ബിന്ദ്ര. ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യനാര്? ബാനു അത്തയ്യ. ഓസ്കാർ പുരസ്കാരം നേടിയ ആദ്യത്തെ ഇന്ത്യനാര്? ബാനു അത്തയ്യ. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷയേത്? തമിഴ്. ഇന്ത്യയിൽ ക്ലാസിക്കൽ പദവി ലഭിച്ച ആദ്യത്തെ ഭാഷയേത്? തമിഴ്. കേരള ഫോക്ക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കണ്ണൂർ. കേരള ഫോക്ക്ലോർ അക്കാദമി സ്ഥിതി ചെയ്യുന്നത് എവിടെ? കണ്ണൂർ. സൂര്യപ്രകാശത്തിൽ നിന്ന് ശരീരത്തിന് ലഭിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ ഡി. സൂര്യപ്രകാശത്തിൽ നിന്ന് ശരീരത്തിന് ലഭിക്കുന്ന വൈറ്റമിൻ ഏത്? വൈറ്റമിൻ ഡി. ആരോഗ്യപരമായ പരിസ്ഥിതിക്ക് ഒരു രാജ്യത്തിൻ്റെ എത്ര ശതമാനം ഭൂപ്രദേശം വനമായിരിക്കണം? 33%. ആരോഗ്യപരമായ പരിസ്ഥിതിക്ക് ഒരു രാജ്യത്തിൻ്റെ എത്ര ശതമാനം ഭൂപ്രദേശം വനമായിരിക്കണം? 33%. മരച്ചീനി ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം. മരച്ചീനി ഉൽപ്പാദനത്തിൽ ഒന്നാമതുള്ള കേരളത്തിലെ ജില്ല ഏത്? തിരുവനന്തപുരം. ന്യൂമോണിയ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ശ്വാസകോശം. ന്യൂമോണിയ രോഗം ബാധിക്കുന്ന അവയവം ഏത്? ശ്വാസകോശം. ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ നടത്തുന്നതാണ് EEG? മസ്തിഷ്കം. ഏത് അവയവത്തിൻ്റെ പ്രവർത്തനം വിലയിരുത്താൻ നടത്തുന്നതാണ് EEG? മസ്തിഷ്കം. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമേത്? ന്യൂട്രോൺ. ആറ്റത്തിലെ ചാർജില്ലാത്ത കണമേത്? ന്യൂട്രോൺ. ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഹെമറ്റേറ്റ്? ഇരുമ്പ്. ഏത് ലോഹത്തിൻ്റെ അയിരാണ് ഹെമറ്റേറ്റ്? ഇരുമ്പ്. താഴെ പറയുന്നവയിൽ ഹാലോജൻ ഏത്? ക്ലോറിൻ. താഴെ പറയുന്നവയിൽ ഹാലോജൻ ഏത്? ക്ലോറിൻ. വീര്യം കുറഞ്ഞ ആസിഡുകളും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകമേത്? ഹൈഡ്രജൻ. വീര്യം കുറഞ്ഞ ആസിഡുകളും ലോഹങ്ങളുമായി പ്രവർത്തിക്കുമ്പോൾ പുറത്തുവരുന്ന വാതകമേത്? ഹൈഡ്രജൻ. ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള താപനില ഏത്?
4 ഡിഗ്രി സെൽഷ്യസ്. ജലത്തിന് ഏറ്റവും ഉയർന്ന സാന്ദ്രതയുള്ള താപനില ഏത്? 4 ഡിഗ്രി സെൽഷ്യസ്. താഴെ പറയുന്നവയിൽ കരളിൻ്റെ രോഗാവസ്ഥ അല്ലാത്തതേത്? ജിഞ്ചിവിറ്റീസ്. താഴെ പറയുന്നവയിൽ കരളിൻ്റെ രോഗാവസ്ഥ അല്ലാത്തതേത്? ജിഞ്ചിവിറ്റീസ്. സ്മൃതിനാശക രോഗം എന്നറിയപ്പെടുന്നത് ഏത്? അൽഷിമേഴ്സ്. സ്മൃതിനാശക രോഗം എന്നറിയപ്പെടുന്നത് ഏത്? അൽഷിമേഴ്സ്. താഴെ പറയുന്നവയിൽ കൊതുക് രോഗവാഹിയല്ലാത്ത രോഗമേത്? എലിപ്പനി. താഴെ പറയുന്നവയിൽ കൊതുക് രോഗവാഹിയല്ലാത്ത രോഗമേത്? എലിപ്പനി. അമിതമായ മസിൽ പിടുത്തം ഏതു രോഗത്തിൻ്റെ ലക്ഷണമാണ്? ടെറ്റനി. അമിതമായ മസിൽ പിടുത്തം ഏതു രോഗത്തിൻ്റെ ലക്ഷണമാണ്? ടെറ്റനി. അമിതമായ മദ്യപാനം ഏതു രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു? സിറോസിസ്. അമിതമായ മദ്യപാനം ഏതു രോഗാവസ്ഥയ്ക്ക് കാരണമാകുന്നു? സിറോസിസ്. പുകവലി മൂലമുള്ള രോഗം അല്ലാത്തതേത്? ഗൗട്ട്. പുകവലി മൂലമുള്ള രോഗം അല്ലാത്തതേത്? ഗൗട്ട്. ഏത് ദുശീലത്തിനെതിരെയുള്ള മരുന്നാണ് ബുപ്രോപ്പിയോൺ? പുകവലി. ഏത് ദുശീലത്തിനെതിരെയുള്ള മരുന്നാണ് ബുപ്രോപ്പിയോൺ? പുകവലി. ഏത് അവയവത്തിൻ്റെ തകരാറാണ് ഡയാലിസിസിന് കാരണമാവുന്നത്? വൃക്ക. ഏത് അവയവത്തിൻ്റെ തകരാറാണ് ഡയാലിസിസിന് കാരണമാവുന്നത്? വൃക്ക. ഹങ്കർ ഫ്രീ സിറ്റി പരിപാടി ആദ്യമായി നടപ്പാക്കിയതെവിടെ? കോഴിക്കോട്. ഹങ്കർ ഫ്രീ സിറ്റി പരിപാടി ആദ്യമായി നടപ്പാക്കിയതെവിടെ? കോഴിക്കോട്. ആർദ്രം മിഷൻ്റെ ഉപാധ്യക്ഷനാര്? ആരോഗ്യവകുപ്പ് മന്ത്രി. ആർദ്രം മിഷൻ്റെ ഉപാധ്യക്ഷനാര്? ആരോഗ്യവകുപ്പ് മന്ത്രി. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെ? കൊല്ലം. കേരളത്തിലെ ആദ്യത്തെ ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ ആസ്ഥാനം എവിടെ? കൊല്ലം. 2020 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമേത്? ജയ്പൂർ. 2020 യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യൻ നഗരമേത്? ജയ്പൂർ. പാർലമെൻറ്റിൻ്റെ പുതിയ TV ചാനൽ ഏത്? സൻസദ് TV. പാർലമെൻറ്റിൻ്റെ പുതിയ TV ചാനൽ ഏത്? സൻസദ് TV. വിനേഷ് ഫോഗാട്ട് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട താരമാണ്? ഗുസ്തി. വിനേഷ് ഫോഗാട്ട് ഏത് കായിക മേഖലയുമായി ബന്ധപ്പെട്ട താരമാണ്? ഗുസ്തി. ഏത് തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം? കൊൽക്കത്ത. ഏത് തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ശ്യാമപ്രസാദ് മുഖർജി തുറമുഖം? കൊൽക്കത്ത. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിർമ്മിക്കുന്നത് എവിടെ? പശ്ചിമ ബംഗാൾ. ഇന്ത്യയിലെ ആദ്യത്തെ അണ്ടർ വാട്ടർ മെട്രോ നിർമ്മിക്കുന്നത് എവിടെ? പശ്ചിമ ബംഗാൾ. ആത്മനിർഭർ ഭാരത് അഭിയാൻ്റെ അടങ്കൽ തുകയെത്ര? 20 ലക്ഷം കോടി. ആത്മനിർഭർ ഭാരത് അഭിയാൻ്റെ അടങ്കൽ തുകയെത്ര?
20 ലക്ഷം കോടി. നിതീഷ് കുമാർ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ബീഹാർ. നിതീഷ് കുമാർ ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയാണ്? ബീഹാർ. താഴെ പറയുന്നവരിൽ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാര്? പിണറായി വിജയൻ. താഴെ പറയുന്നവരിൽ കേരളത്തിൽ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിയാര്? പിണറായി വിജയൻ. കേരളത്തിലെ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് രൂപം നൽകിയ കമ്പനിയാണ് സ്വിഫ്റ്റ്? KSRTC. കേരളത്തിലെ ഏത് സ്ഥാപനവുമായി ബന്ധപ്പെട്ട് രൂപം നൽകിയ കമ്പനിയാണ് സ്വിഫ്റ്റ്? KSRTC. ഇന്ത്യയിലെ COVID-19 വാക്സിനേഷൻ യജ്ഞം പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തതെന്ന്? 2021 ജനുവരി 16. ഇന്ത്യയിലെ COVID-19 വാക്സിനേഷൻ യജ്ഞം പ്രധാനമന്ത്രി ഫ്ലാഗ് ഓഫ് ചെയ്തതെന്ന്? 2021 ജനുവരി 16. മലയാളിയായ സഞ്ജു സാംസൺ IPLലെ ഏത് ടീമിൻ്റെ ക്യാപ്റ്റനാണ്? രാജസ്ഥാൻ. മലയാളിയായ സഞ്ജു സാംസൺ IPLലെ ഏത് ടീമിൻ്റെ ക്യാപ്റ്റനാണ്? രാജസ്ഥാൻ. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ പോലീസിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമേത്? ഛത്തീസ്ഗഡ്. ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവരെ പോലീസിൽ ഉൾപ്പെടുത്തിയ ആദ്യ സംസ്ഥാനമേത്? ഛത്തീസ്ഗഡ്. നിലവിലെ ലോക്സഭ സ്പീക്കറാര്? ഓം ബിർള. നിലവിലെ ലോക്സഭ സ്പീക്കറാര്? ഓം ബിർള. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാര്? ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാര്? ജസ്റ്റിസ് ആൻ്റണി ഡൊമിനിക്. കോവിഡ് 2ാം തരംഗത്തിനൊപ്പം ഇന്ത്യയിൽ ഭീതി വിതച്ച രോഗബാധയേത്? ബ്ലാക്ക് ഫംഗസ്. കോവിഡ് 2ാം തരംഗത്തിനൊപ്പം ഇന്ത്യയിൽ ഭീതി വിതച്ച രോഗബാധയേത്? ബ്ലാക്ക് ഫംഗസ്. ആരുടെ തൂലികാനാമമായിരുന്നു സുമംഗല? ലീല നമ്പൂതിരിപ്പാട്. ആരുടെ തൂലികാനാമമായിരുന്നു സുമംഗല? ലീല നമ്പൂതിരിപ്പാട്. പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമേത്? കേരളം. പച്ചക്കറിക്ക് തറവില പ്രഖ്യാപിച്ച ആദ്യത്തെ സംസ്ഥാനമേത്? കേരളം. ബിഗ് ബേർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഉപഗ്രഹമേത്? ജിസാറ്റ് 11. ബിഗ് ബേർഡ് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഇന്ത്യൻ ഉപഗ്രഹമേത്? ജിസാറ്റ് 11. 55ാമത് ജ്ഞാനപീഠം പുരസ്കാരം നേടിയതാര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. 55ാമത് ജ്ഞാനപീഠം പുരസ്കാരം നേടിയതാര്? അക്കിത്തം അച്യുതൻ നമ്പൂതിരി. ഹായ് ഫ്രണ്ട്സ്, ഈ ക്ലാസ് ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ക്ലാസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. നന്ദി, നമസ്കാരം.